ഇടുക്കി തൊടുപുഴയിലാണ് രാസലഹരിയുമായി ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ 4 പേർ പിടിയിലായത്. ഡിവൈഎഫ്ഐ തെക്കുംഭാഗം മേഖലാ സെക്രട്ടറി TS ഷിയാസ്, ആഷിഖ്, നിഹാൻ, അർഷിദ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 18.18 ഗ്രാം MDMA, 10 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവയും കണ്ടെടുത്തു. ഷിയാസിനെ ഡിവൈഎഫ്ഐ പുറത്താക്കിയിട്ടുണ്ട്. രാഹുൽ സുരേഷിനോട് വിവരങ്ങൾ ചോദിക്കാം. രാഹുൽ, അപ്പോൾ ഇയാൾ ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളുകളല്ല ഇവർ ലഹരിയുടെ മൊത്തക്കച്ചവടക്കാരാണ്. ഇവർ കുറെ നാളുകളായോ ഈ പണി തുടങ്ങിയിട്ട്? ഇവരെക്കുറിച്ച്, ഈ ഒരു സംഘത്തെക്കുറിച്ച് കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ഒപ്പം ഈ രാഷ്ട്രീയ ബന്ധം, സ്വാധീനം ഇവർ ഈ ലഹരിക്കടത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ? ഡിവൈഎഫ്ഐ തൊടുപുഴ തെക്കുംഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് അംഗവുമായിട്ടുള്ള TS ഷിയാസ് അടക്കം 4 പേരാണ് ലഹരിയുമായി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. നേരത്തെ കാസർഗോഡ് നിന്നും MDMAയുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് പിടിയിലായത് വലിയ വിവാദമായിരുന്നു. ആ വിവാദം ഇപ്പോഴും കാര്യമായി തന്നെ പ്രചാരണം നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഡിവൈഎഫ്ഐ നേതാവും MDMAയും കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നത്. ഈ ഷിയാസ് കൂടാതെ ഷിയാസിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആഷിഖ്, നിഹാൻ, അർഷീദ് എന്നീ 3 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ആഷിഖിന്റെ കയ്യിൽ നിന്നും 5 ഗ്രാം MDMA പിടികൂടിയിരുന്നു. അതേ തുടർന്ന് ഈ 4 പേരും പോലീസ് നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തത്. ഇന്ന് മറ്റൊരു സ്ഥലത്തു നിന്നും ഈ ലഹരി പദാർത്ഥങ്ങൾ വാങ്ങിയ ശേഷം വിൽപ്പനയ്ക്കായി തൊടുപുഴയിലേക്ക് വരുന്നതിനിടെയാണ് പുലർച്ചെ 4 മണിയോടുകൂടി 4 പേരും പോലീസിന്റെ പിടിയിലാവുന്നത്. ഈ പോലീസ് പിടികൂടുന്നതിനിടെ പ്രതികളുടെ ഭാഗത്തുനിന്നും പോലീസിന് നേരെ പെപ്പർ സ്പ്രേ പ്രയോഗം ഉണ്ടായി എന്നും SP തന്നെ നേരിട്ട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 4 പേരും റിമാൻഡ് ചെയ്യും. അതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഈ ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള ഷിയാസിന്റെ രാഷ്ട്രീയ ബന്ധം ഈ ലഹരി വിൽപ്പനയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. അതിലൊക്കെ വിശദമായ ചോദ്യം ചെയ്യൽ നടന്നാൽ മാത്രമാണ് ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും തൊടുപുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിൽപ്പന നടത്തുന്ന പ്രധാനികളാണ് ഈ 4 പേരും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്.